الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد لكل نعمة أنعمت علينا من جديد أو قديم من سر أو علانية من ظاهر أو باطن كبت عدونا وأظهرت أمننا وأحسنت معافاتنا ومن كل ما سألناك ربنا أعطيتنا فلك الحمد حتى ترضى ولا حول ولا قوة إلا بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും സത്യവിശ്വാസികളെയും ബന്ധുമിത്രാദികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അവരുടെ ഖബറിൽ നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്തു നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം ഞങ്ങളുടെ പ്രാർത്ഥനാ ഫലമായി നിന്റെ റഹ്മത്ത് നിമിത്തം അവർക്ക് നൽകുവാൻ നീ കനിവ് കാട്ടണമേ. ഒരു മാസം നീണ്ടുനിന്ന നിരന്തരവും നിസ്തന്ത്രവുമായ ആത്മസംയമന സാധനയുടെ പ്രതീകമായി നാം അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ് ഇപ്പോൾ നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശേഷിപ്പിച്ച 4 അനുഗ്രഹങ്ങൾക്ക് ഈ സദസ്സിപ്പോൾ തീർച്ചയായും അർഹരായി കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന് ആശിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയിട്ടുള്ള സന്തോഷകരമായ അവസ്ഥ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിശകലനം ചെയ്യാം. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബഹു
വയതദാറസൂന ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫ്ഫതുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. മഹാഭാഗ്യം. ഒരു സമൂഹം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ ഭവനത്തിലെ പാരായണം ചെയ്യുന്ന വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ 4 അനുഗ്രഹങ്ങൾക്ക് അവർ വിധേയരാണ്. ഒന്ന്, അള്ളാഹു അവരുടെ മേൽ സക്കീനത്തിറക്കും, ശാന്തി, സമാധാനം, അള്ളാഹുവിന്റെ ആശീർവാദം അവർക്ക് ലഭിക്കും. മലക്കുകൾ അവരെ പൊതിഞ്ഞ് അവർക്ക് മേൽ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ചൊരിയുവാൻ അള്ളാഹുവിനോട് അർത്ഥിച്ചുകൊണ്ടിരിക്കും. മൂന്നാമതായി, അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാ സന്ദർഭത്തിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ, സർവോപരി അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ സന്നിധാനത്തിൽ തന്റെ സമീപത്തുള്ള മലക്കുകളുടെ മുമ്പിൽ ഈ സദസ്സിനെ സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കും. ഈ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്ന സത്യവിശ്വാസികളായ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ നമുക്കോരോരുത്തർക്കും ചിന്തിക്കുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ എത്രമാത്രം സ്വീകരിച്ചു എന്ന വിഷയമാണ്. റമളാനിന്റെ 6 മാസം മുമ്പ് സഹാബികളും നബി തിരുമേനിയും താബിഈകളും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങളെ നീ റമളാനിൽ എത്തിക്കണമേ. റമളാൻ കഴിഞ്ഞാലുള്ള 6 മാസം അവരെല്ലാവരും പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ തമ്പുരാനെ ഈ അമലുകൾ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശയുടെയും ആശങ്കയുടെയും നടുവിലാണ് അവരുടെ ജീവിതം. പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലാണ് അവരുടെ ഓരോ നിമിഷവും. ഈ രൂപത്തിലായിരുന്നു സഹാബികളും താബിഈങ്ങളും കഴിഞ്ഞുകൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ നമസ്കാരത്തിൽ എത്ര സ്വീകരിച്ചു, അമലുകളിൽ എത്ര സ്വീകരിച്ചു എന്ന ആശങ്ക അവരോരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഇഅ്തികാഫ്, തറാവീഹ്, ഖിയാമുൽ ലൈല്, സദഖ, സകാത്ത്, നമസ്കാരം, ആരാധനാകർമ്മങ്ങൾ, ഇവയുടെ എല്ലാം നിറവിൽ ആത്മനിർവൃതി കൊള്ളുന്ന ഈ സമൂഹത്തിന് മുമ്പിൽ ആത്മാർത്ഥമായ രൂപത്തിൽ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളിൽ എത്രമാത്രം സ്വീകരിച്ചിരിക്കാം? ഈ ആശങ്കയാണ് നാം ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കേണ്ടത്. താബിഈകളിൽ പ്രധാനിയായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചോദിച്ചു, യാ അബാ സഈദ് അമുഅ്മിനുൻ അൻത, അല്ലയോ അബൂ സഈദ്, ഹസനുൽ ബസരി സത്യവിശ്വാസിയാണോ താങ്കൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വംശപരമ്പരയിൽ പൗത്രനായി അറിയപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് സുഹൃത്തുക്കൾ ചോദിക്കുന്നു, സത്യവിശ്വാസിയാണോ താങ്കൾ? അദ്ദേഹത്തിന്റെ മറുപടി, അൽ ഈമാനു ഈമാനാൻ, വിശ്വാസം 2 തരമുണ്ട്. ഫഇൻ കുന്ത തസ്അലുനി അനിൽ ഈമാനി ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വമലായികതിഹി വൽഖദർ, താങ്കളുടെ ചോദ്യം ഞാൻ അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പരലോകത്തിലും ഖദറിലും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു സത്യവിശ്വാസിയാണ്. ഇനി താങ്കളുടെ ചോദ്യം സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച സത്യവിശ്വാസികളുടെ നിർവചനത്തിൽ ഞാൻ പെടുമോ എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ് ആ നിർവചനം? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന ഗുണവിശേഷങ്ങൾ ഒത്തുകൂടിയവർ മാത്രമാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ
അവരുടെ ഹൃദയം ഭയചകിതമാവുകയും വിറകൊള്ളുകയും ചെയ്യും. ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തങ്ങളുടെ നാഥങ്കൽ അവർ തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കും. അല്ലദീന യുഖീമൂന സ്വലാഹ്, നമസ്കാരം അവർ അനുഷ്ഠിക്കും, നിലനിർത്തും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്നും അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഈ ഗുണവിശേഷങ്ങൾ ഉള്ളവരാരോ അവർ മാത്രമാണ് സത്യവിശ്വാസികൾ. താങ്കളുടെ ചോദ്യം ഇതുപോലെയുള്ള ഈമാൻ എനിക്കുണ്ടോ എന്നാണെങ്കിൽ ലാ അദ്രീ അമുഅ്മിനുൻ അന അം ലാ, എനിക്കറിഞ്ഞുകൂടാ ഒരു വിശ്വാസിയാണോ ഞാൻ അല്ലേ എന്ന്. ഈ ഒരാശങ്കയുടെ നടുവിലായിരുന്നു ഇമാം ഹസനുൽ ബസരിയെ പോലെയുള്ള മഹോന്നതരായ ഇസ്ലാമിന്റെ അനുയായികൾ ജീവിച്ച് മരിച്ചു പോയത് എന്നോർക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് ഈ ചോദ്യം ഒരു ദിവസത്തിൽ പലവട്ടം ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സഹാബി മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. മരണക്കിടക്കയിൽ കിടക്കുന്ന ആ വ്യക്തിയോട് നബി തിരുമേനി ചോദിക്കുന്നു, കൈഫ തജിദുക, എന്താണിപ്പോൾ സഹോദരാ നിന്റെ അവസ്ഥ? അദ്ദേഹത്തിന്റെ മറുപടി, അജിദുനി അർജു റഹ്മത റബ്ബി വ അഖാഫു അദാബഹ. റസൂലേ, ഞാനിപ്പോൾ ഒരാശയുടെയും ഭയത്തിന്റെയും നടുവിലാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് എനിക്ക് ഭയമുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആശങ്കയുടെയും ആശയുടെയും പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും നടുവിലാണ് റസൂലേ ഈ മരണക്കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ മറുപടി, ലാ യജ്തമിഉ ഹാദാനി ഫീ ഖൽബി അബ്ദിൻ ഫീ ഹാദൽ മൗഖഇ ഇല്ലാ അഅതാഹു മാ യർജു വ അമിനഹു മിമ്മാ യഖാഫ്. ഇതുപോലെയുള്ള നിർണായകമായ ഒരു സന്ധിയിൽ, സക്കറാത്തിൽ മൗത്തിന്റെ ഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഇതുപോലെയുള്ള പ്രതീക്ഷയും ആശയും ഭയവും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എളിയദാസനെ കൈവിടാൻ പോകുന്നില്ല. എന്തൊന്നയാൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം അല്ലാഹു സാക്ഷാത്കരിച്ചു കൊടുക്കും. എന്തൊന്നയാൾ ഭയപ്പെടുന്നുവോ ആ ഭയത്തിൽ നിന്നും അയാൾ തീർച്ചയായും നിർഭീതനായ രൂപത്തിൽ അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തും. അത്തരം വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശേഷിപ്പിച്ചത് ഉമറും അബൂബക്കറും എന്റെ കണ്ണും കാതുമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണായകമായ പല തീരുമാനങ്ങളിലും അങ്ങേയറ്റം ആശ്രയിച്ചുകൊണ്ടിരുന്ന പ്രതിഭാധനനായ സത്യവിശ്വാസി, അൽ മുസ്ലിമുൽ അസീം, മഹാനായ സത്യവിശ്വാസി എന്ന് പറയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷ്യപത്രത്തിന് വിധേയനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഉമർ മാ ലഖിയക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ഉമറേ, ഒരു വഴിയിലൂടെ താങ്കൾ പ്രവേശിക്കുന്നു എന്ന് കണ്ടാൽ താങ്കളെ ഭയപ്പെട്ട് പിശാച് മറ്റൊരു വഴിയിലൂടെ മാറി നടക്കും. അത്രയും പിശാചിന് ഭയമാണ് താങ്കളെ. താങ്കൾ മുസ്ലിമായതിന് ശേഷം പിശാച് താങ്കൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട് മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞു. ആ ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമറിന്റെ അഭിപ്രായമനുസരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ചുകൊണ്ടായിരുന്നു ഖുർആനിലെ 8 സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹജ്ജിന്റെ മനാസിക്കുകൾ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ മഖാമിൽ ജനങ്ങൾ നിന്ന് നമസ്കരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു റസൂലേ, ഞാനത് ആഗ്രഹിക്കുന്നു. ഉടൻ ജിബ്രീൽ അലൈഹിസ്സലാം ആ ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ടിറങ്ങുന്നു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിമിന്റെ മഖാമിൽ നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം അല്ലാഹു സാക്ഷാത്കരിച്ചു. രണ്ടാമത്തെ ഘട്ടം, സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്ത്രീകൾ വെളിയിൽ പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ടിറങ്ങണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉമറിന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബിന്റെ ആയത്തുകൾ ഇറക്കി. മൂന്നാമത്തെ ഘട്ടം, മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മയ്യത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ശഠിച്ചപ്പോൾ കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹ് ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന കാരണത്താൽ മുനാഫിഖിന്റെ നേതാവായിരുന്നാൽ പോലും അള്ളാഹു മാപ്പ് കൊടുത്തേക്കുമോ എന്ന ആശയുടെ അടിസ്ഥാനത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമറിന്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് പറയുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും അലാ ഖബരിഹി. അവരിൽ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് പോലും താങ്കൾ നമസ്കരിക്കാൻ പാടില്ല, ആ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാനും പാടില്ല. നാലാമത്തെ ഘട്ടം ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു മദ്യം പൂർണ്ണമായ രൂപത്തിൽ നിരോധിച്ചിരുന്നെങ്കിൽ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം നിരോധിച്ചെങ്കിൽ നന്നായിരുന്നേനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശ സാക്ഷാത്കരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, എന്താ മതിയാക്കുന്നില്ലേ മദ്യപാനം? അവസാനത്തെ ചോദ്യമാണ്. മറ്റൊരു ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ചെലവിന് വേണ്ടി ബഹളം കൂട്ടിയപ്പോൾ, പിണങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, താങ്കൾക്ക് അവരെ നല്ല നിലക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർക്ക് പകരം മറ്റു സ്ത്രീകളെ സ്വീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹം മനസ്സിലാക്കി അതേ രൂപത്തിൽ തന്നെ ആയത്തുകൾ അവതരിപ്പിക്കുന്നു. അവസാനമായി ബദർ യുദ്ധത്തിന്റെ വേളയിൽ യുദ്ധത്തടവുകാരോട് പ്രതിഫലം വാങ്ങി വിട്ടയക്കണമോ അവരെ വധിക്കണമോ എന്ന ചർച്ച വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ അഭിപ്രായം മാനിച്ച് തന്റെ കൂടി പ്രത്യേകമായ ദയാവായ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാവർക്കും മാപ്പ് കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയെ പോലും വിമർശിച്ചുകൊണ്ട്, എന്തിനാണ് നീ അവർക്ക് മാപ്പ് കൊടുത്തത്? അവരുടെ വാസ്തവത്തിൽ ഇസ്ലാമിന് ആധിപത്യം ഉണ്ടാകുന്ന ആ ഘട്ടം വരേക്കും കൊല്ലുകയായിരുന്നു കരണീയമായത് എന്ന് പറഞ്ഞ് ശാസിച്ചിട്ടുണ്ടെങ്കിൽ, അതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരമാണ് ഖുർആനിലെ പല സൂക്തങ്ങളും അല്ലാഹു പല ഘട്ടങ്ങളിൽ അവതരിപ്പിച്ചത്. ഇതേ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുനാഫിക്കുകളും ആരാണ് എന്ന കൃത്യമായ പട്ടിക പേര് സഹിതം പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു. അള്ളാഹു നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ മദീനയിൽ ജീവിക്കുന്ന മുനാഫിക്കുകൾ ആരെല്ലാമാണെന്ന് ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സവിശേഷതകളെല്ലാം ഉള്ള ഉമർ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഉമറിനെ കൊണ്ട് അല്ലാഹുവേ ഈ ദീനിനെ ശക്തിപ്പെടുത്തണമേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി ഏതൊരു വ്യക്തിയെ ചൊല്ലിയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്, ആ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് രഹസ്യമായ ഒരു കാര്യം ചോദിക്കുന്നു, അല്ലയോ ഹുദൈഫ, എന്നോട് തുറന്നു പറയൂ, മുനാഫിക്കുകൾ ആരെല്ലാമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പട്ടികയിൽ എന്റെ പേര് പെടുമോ എന്ന ആശങ്കയോടും ഭയത്തോടും കൂടി ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ ആശങ്ക, ഇതാണ് ഇസ്ലാമിന്റെ ഭയം, ഇതാണ് ഇസ്ലാമിന്റെ പ്രതീക്ഷ. നാം മനസ്സിലാക്കണം, ഇത്രയും ആശങ്കയോട് കൂടിയാണ് നമ്മുടെ പൂർവ്വഗാമികൾ ജീവിച്ചു പോയത്. നാം അറിയണം, ഇതാണ് ഇസ്ലാമിന്റെ മാർഗം. പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് നാം ജീവിച്ചു. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നാം നിഷ്ഠ പുലർത്തി. ആരാധനാ കർമ്മങ്ങളിൽ നാം എല്ലാ നിലക്കും കൃത്യമായ രൂപത്തിൽ, കൃത്യമായ തലത്തിലും തോതിലും അവ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധ കാണിച്ചു, ജാഗ്രത പുലർത്തി. ഇവയെല്ലാം ഇനി വരുന്ന നാളുകളിൽ പൂർവാധികം നിലനിർത്തുവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നാം ഇനിയും പാപത്തിന്റെ കടലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും പ്രയാസകരമായ അനുഭവമായിരിക്കും അത്. നാം അള്ളാഹുവിന് നമ്മോട് ക്രോധമുണ്ടാകുന്ന വഴികൾ തീർച്ചയായും തേടുവാൻ പാടില്ല. അടുത്ത 11 മാസങ്ങളിൽ ഈ റമളാനിന്റെ സൗജന്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വർഗപ്രവേശത്തിന് കാരണമാകുമോ?
നമ്മുടെ കർമ്മങ്ങൾ മതിയാകുമോ അള്ളാഹു സ്വർഗം തരുവാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തിരുമേനി വളരെ തുറന്നു പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹുൽ ജന്ന. നിങ്ങളാരുടെയും കർമ്മങ്ങൾ മുഖേന നിങ്ങളാരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. നമുക്ക് തോന്നാം നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ഖുർആൻ പഠനം, മനനം, അവഗ്രഥനം, ഇവയെല്ലാം വാസ്തവത്തിൽ നമ്മെ സ്വർഗപ്രവേശത്തിന് അർഹരാക്കും എന്ന് ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളാരുടെയും കർമ്മങ്ങൾ മുഖേന നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ തീർച്ചയായും പോകുന്നില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ താങ്കളും അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനിയാണ് മറുപടി, വ അന, ഞാനും അതേ രൂപത്തിൽ തന്നെയാണ്. ഇല്ലാ അൻ യഖ്തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വ ഫളൽ, അല്ലാഹു അവന്റെ മഹത്തായ കാരുണ്യാതിരേകത്താൽ എന്നെ ആശീർവദിച്ച് അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ, അവന്റെ റഹ്മത്ത് എന്റെ ശിരസിന് മുകളിൽ വാരിക്കോരി തന്നെങ്കിൽ മാത്രമേ എനിക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. നാം അത് മനസ്സിലാക്കണം. നമ്മുടെ വ്രതാനുഷ്ഠാനം മുഖേന സ്വർഗപ്രവേശത്തിന് അർഹരായിരിക്കുന്നു നാം. സൂറത്തുൽ ഹഖയിലെ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ള ഒരു വിശദീകരണം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തദ്ഖുലുൽ ജന്ന ഇല്ലാ ബിജവാസിൻ മിനല്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാസ്പോർട്ട് കിട്ടാതെ നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ജവാസു സഫർ, ഇതാണ് പാസ്പോർട്ടിന് അറബിയിൽ പറയുന്ന വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു നൽകുന്ന പാസ്പോർട്ട് ലഭിക്കാതെ നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ല. എന്താണ് നമ്മുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്? ഒരു ഇന്ത്യക്കാരന്റെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്, ഈ യാത്രാരേഖയുമായി വരുന്ന വ്യക്തിയെ എല്ലാ പ്രവേശന കവാടത്തിലും കടന്നുപോകാൻ നിങ്ങൾ അനുവദിക്കാൻ രാഷ്ട്രപതിയായ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശത്തിന് നൽകുന്ന പാസ്പോർട്ടിൽ എന്താണ് രേഖപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചിട്ടുണ്ട്. ഹാദാ മിനല്ലാഹി സുബ്ഹാനഹു വ തആല ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഞാൻ ഇന്ന വ്യക്തിക്ക് നൽകുന്ന യാത്രാരേഖ, അദ്ഖിലൂഹുൽ ജന്ന ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. എന്തൊരു മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയാണ് ഇതിന്റെ ചുരുളുകളിൽ അടങ്ങിയത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഞാൻ ഇന്ന വ്യക്തിക്ക് എഴുതി കൊടുക്കുന്ന യാത്രാരേഖ, ഈ യാത്രാരേഖയുമായി വരുന്ന വ്യക്തിയെ നിങ്ങൾ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രവേശിപ്പിക്കൂ. അത്യുന്നതമായ സ്വർഗത്തിൽ ഫലമൂലാദികൾ കയ്യെത്തുന്ന അകലത്തിൽ പറിക്കാൻ പാകത്തിൽ സംവിധാനിച്ചിട്ടുള്ള മഹോന്നതമായ അനവധ്യ സുന്ദരമായ സ്വർഗ പൂങ്കാവനത്തിൽ ഈ വ്യക്തിയെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായി, ഫിൽ അയ്യാമിൽ ഖാലിയ എന്ന് പറയുന്ന കർമ്മത്തിന്റെ കണക്കിൽ നിങ്ങൾ നോമ്പ് നോറ്റതിന്റെ ഫലമായി എന്ന് മുഹദ്ദിസുകളും മുഫസ്സിറുകളും വ്യാഖ്യാനിക്കുന്നു. നോക്കൂ നിങ്ങൾ, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ, സന്തോഷത്തോടെ സമൃദ്ധിയോടെ നിങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ മനോഹരമായി ജീവിച്ചതിന്റെ ഫലമായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിച്ചതിന്റെ ഫലമായി, ഹറാമുകളും ഹലാലുകളും പാലിച്ച് ജീവിച്ചതിന്റെ ഫലമായി നിങ്ങൾ ഈ സ്വർഗത്തിൽ കടന്നുകൊള്ളൂ എന്ന യാത്രാരേഖ നോമ്പുകാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നമുക്ക് ഈ യാത്രാരേഖ ആവശ്യമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സത്യവിശ്വാസികളിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തപ്പെടുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തുല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തുല്ലാഹി അൽ ജന്ന. നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു മഹത്തായ വസിയ്യത്ത്, ഒരു സൂത്രവാക്യം എന്ന രൂപത്തിൽ
ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാരുടെയും സഹോദരികളുടെയും മനസ്സിൽ ഇട്ടു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി തിരുമേനി പറഞ്ഞു, മൻ ഖാഫ അദ്ലജ, മൻ ഖാഫ അദ്ലജ, മണലാരണ്യത്തിലൂടെ ഏകനായി പോകുന്നവൻ കൊള്ളക്കാരെയും കവർച്ചക്കാരെയും ഭയപ്പെട്ടാൽ, രാവാണോ പകലാണോ, വെയിലാണോ മഴയാണോ, ഉഷ്ണമാണോ തണുപ്പാണോ എന്ന് നോക്കാതെ ഉത്സാഹത്തോടുകൂടി വേഗത്തിൽ 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 മുന്നോട്ട് ഗമിച്ച് യാത്ര പൂർത്തിയാക്കും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, അങ്ങനെ വിശ്രമമില്ലാതെ രാവാണോ പകലാണോ എന്ന് നോക്കാതെ യാത്ര ചെയ്തവൻ ബലഗൽ മൻസിൽ, ഉദ്ദിഷ്ട സ്ഥാനത്ത് നിർഭയനായി എത്തിച്ചേരും. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ് നാം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ വഴിമുടക്കികളായി നിൽക്കുന്ന പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും പ്രീണനകളെയും എല്ലാതരം ചോദനകളെയും അകലേക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിലേക്ക് കുതിക്കുവാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അറിയുക, അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തും. അലാ, അറിയണം, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് അങ്ങേയറ്റം വിലയും മൂല്യവുമുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് നിങ്ങൾ കനത്ത വില കൊടുക്കേണ്ടതുണ്ട്. സമയത്തിന്റെ വില, ആരോഗ്യത്തിന്റെ വില, ത്യാഗത്തിന്റെ വില, അർപ്പണത്തിന്റെ വില, അങ്ങനെ എല്ലാത്തിന്റെയും വില നൽകിയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിങ്ങൾക്കെത്താൻ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗം പ്രയാസകരമായ കാര്യത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ലേശകരമായ കാര്യങ്ങൾ ചെയ്തെങ്കിലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. നേരത്തുള്ള നമസ്കാരം തീർച്ചയായും പ്രയാസമുള്ളതാണ്. സക്കാത്ത് കൊടുക്കൽ തീർച്ചയായും ത്യാഗം തേടുന്ന കർമ്മമാണ്. ഹജ്ജ് തീർച്ചയായും ത്യാഗമാണ്. സത്യനിഷ്ഠമായ ജീവിതം പ്രയാസപൂർണമാണ്. സദാചാരനിരതമായ ജീവിതം തീർച്ചയായും അങ്ങേയറ്റം പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് ഒഴുക്കിനെതിരെ നീന്തുന്ന തീർച്ചയായും ത്യാഗമാണ്, സമരമാണ്. അത് ഖിതാലാണ്, ജിഹാദാണ്. ഇവയെല്ലാം തീർച്ചയായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ ഈ പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, മോഹങ്ങൾക്കും അഭിനിവേശങ്ങൾക്കും കാമനകൾക്കും വികാരങ്ങൾക്കും പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകത്തിലെത്താം പ്രയാസമില്ലാതെ. നാം മനസ്സിൽ വെക്കേണ്ട സൂത്രവാക്യം അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്ക് അങ്ങേയറ്റം മൂല്യവത്താണ്, അത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ആ ചരക്ക് സ്വർഗമാണ്. ആ സ്വർഗത്തിന് കനത്ത വില കൊടുക്കേണ്ടതുണ്ട്. അടുത്ത 11 മാസങ്ങളിൽ സന്തോഷത്തോടുകൂടി പരിശുദ്ധ റമളാനിന്റെ ആത്മാവും ചൈതന്യവും മനസ്സിലും ആത്മാവിലും ശരീരത്തിലും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം കരസ്ഥമാക്കുവാനുള്ള മനസ്സാണ് ഈ റമളാനിന്റെ മൂലധനം എന്നീ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, ജസ്സ അല്ലൈല സലാസത അജ്സാ. അദ്ദേഹം നോക്കുക, നിങ്ങൾ മഹത്തായ ഒരു മദ്ഹബിന്റെ ഇമാം, ജദീദും ഖദീമുമായ ബഗ്ദാദിലും മിസ്രിലുമുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഇസ്ലാമിലെ ചിന്താ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹത്തായ മദ്ഹബിന്റെ ഇമാമായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ രാത്രിയെ 3 തിരിക്കുമായിരുന്നു. രാത്രിയെ 3 തിരിക്കും. അസ്സുലുസുൽ അവ്വലു യക്തുബ്, ഒന്നാമത്തെ ഭാഗത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കും. ഇമാമിന്റെ മദ്ഹബുകൾ, ഇമാമിന്റെ ഫിഖ്, ഇമാമിന്റെ ഇൽമുൽ കലാം, ഇമാമിന്റെ ചിന്താരീതികൾ, ഇമാമിന്റെ ചിന്താപരമായ ഒരുപാട് തരംഗങ്ങൾ, ഇവയെല്ലാം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഭാഗത്ത് യുസല്ലി, നമസ്കരിക്കും. മൂന്നാമത്തെ ഭാഗത്താകുന്നു അദ്ദേഹം ഉറങ്ങുക. ഇങ്ങനെ ഓരോ താബിഈയും ഓരോ ഇമാമും ഏത് രൂപത്തിൽ ജീവിച്ചു എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നമ്മുടെ റമളാനിലെ പകലുകളും പാതിരാവുകളും ഏത് രൂപത്തിൽ ധന്യമാക്കിയിരുന്നുവോ അതേ രൂപത്തിൽ
വരുന്ന ആളുകളും ധന്യമാക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുവാൻ വേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന മഹത്തായ ഗുണം. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഇസ്ലാമികമായ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകുവാൻ മാനസികമായും ശാരീരികമായും ആത്മീയമായും ധാർമ്മികമായുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് വേണം എന്നാജ്ഞാപിച്ചിട്ടുള്ള ഇസ്തിഖാമത്ത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക. താങ്കൾക്ക് ശേഷം ആരോടും ചോദിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ സമഗ്രമായ ഒരു ഉപദേശം എനിക്ക് തരണം, സ്വർഗത്തിൽ കടക്കുവാൻ അർഹമായ ഒരു ഉപദേശം. അതിനെ സംബന്ധിച്ച് മറ്റാരോടും എനിക്ക് ഭാവിയിൽ ചോദിക്കേണ്ടി വരില്ല. ആ രൂപത്തിൽ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മറുപടി താങ്കൾ തരണം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖീം. നീ പറയൂ, പ്രഖ്യാപിക്കൂ, ഞാൻ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, അതിനുശേഷം അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക. ആ ഈമാനിന്റെ തേറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഹാരിസത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ ഹാരിസ കൈഫ തജിദു നഫ്സക്. ഹാരിസ, എന്താണ് നിന്റെ ഇപ്പോഴത്തെ മാനസികമായ അവസ്ഥ? ഹാരിസ പറയുന്നു, യാ റസൂലല്ലാഹ് അജിദു നഫ്സി അലൽ ഈമാനി ഹഖ്ഖ. റസൂലേ, ഞാനിപ്പോൾ നല്ല വിശ്വാസത്തിലാകുന്നു നിലകൊള്ളുന്നത്. മരിക്കുവാൻ കിടക്കുന്ന ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ, ഞാനിപ്പോൾ സമ്പൂർണമായ വിശ്വാസത്തിലാകുന്നു ഉള്ളത്. നബി തിരുമേനി ചോദിക്കുന്നു, യാ ഹാരിസ ലികുല്ലി ശൈഇൻ അലാമ വമാ അലാമത്തു ഈമാനിക്. ഹാരിസ, ലോകത്തുള്ള എല്ലാ വസ്തുവും ഒരു പേര് കൊണ്ടാണ് അറിയപ്പെടുക. ഓരോ വസ്തുവിന് ഒരടയാളമുണ്ട്. എന്താണ് നിന്റെ വിശ്വാസത്തിന്റെ പൊരുൾ? എന്താണ് നിന്റെ വിശ്വാസത്തിന്റെ അടയാളമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി, യാ റസൂലല്ലാഹ് കഅന്നി അജിദുൽ ജന്നത അൻ യമീനി വഅജിദുൻ നാറ അൻ യസാരി വഅജിദു സിറാത തഹ്ത ഖദമി. റസൂലേ, ഞാൻ ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇതാണ് എന്റെ വിശ്വാസം. എന്റെ ഇടതുഭാഗത്ത് നരകമുണ്ട്, ഇതാണ് എന്റെ വിശ്വാസം. എന്റെ കട്ടിലിനടിയിലൂടെ സിറാത്ത് എന്ന് പറയുന്ന പാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് പരലോകത്ത് കടന്നു പോകേണ്ട പാലമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഹാരിസ അറഫ്ത, യാ ഹാരിസ അറഫ്ത. ഹാരിസ, ഈമാനിന്റെ പൊരുൾ നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫൽസം, ആ അടിസ്ഥാനത്തിൽ നീ മുന്നോട്ട് പോയിക്കൊള്ളു. അതിനുശേഷം ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഉദ്ഇല്ലാഹ അൻ യർസുഖനി ശഹാദ. റസൂലേ, എനിക്ക് ഷഹാദത്തിന്റെ പദവി ലഭിക്കാൻ താങ്കൾ പ്രാർത്ഥിക്കണം. യുവാവായ ഹാരിസ ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ, ഈ കിടക്കയിൽ കിടന്ന് സമാധാനത്തോടുകൂടി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണാങ്കണത്തിൽ പടവെട്ടി ഷഹാദത്തിന്റെ മഹത്തായ സ്ഥാനം കിട്ടി സ്വർഗത്തിൽ പോകണം, ഇതാണ് എന്റെ ആഗ്രഹം. താങ്കൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസയ്ക്ക് ഷഹാദത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബദർ യുദ്ധത്തിൽ ഹാരിസ മരിച്ചു വീഴുന്നു. ഹാരിസ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹാരിസയുടെ മാതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഫിൽ ജന്നതി ഇബ്നി അം ഫിന്നാർ. അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ മകൻ മരിച്ചുപോയി, ഷഹാദത്ത് വരിച്ചു. എനിക്കൊന്നു മാത്രമേ അറിയേണ്ടൂ, എന്റെ മകൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? അരുമയായ എന്റെ പൊന്നുമോൻ അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇത് മാത്രമേ എനിക്കറിയേണ്ടൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, യാ ഉമ്മ ഹാരിസ അഹിയ ജന്നത്തുൻ വാഹിദ ഇന്നഹാ ജിനാൻ ഇന്നബ്നക ഫിൽ ഫിർദൗസിൽ അഅല. വാത്സല്യത്തിന്റെ കണ്ണീർ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങിയത് തുടച്ചു മാറ്റിക്കൊണ്ട് അരുമയായ റസൂൽ പിതാവിന്റെ വാത്സല്യത്തോടുകൂടി
കണ്ണീരൊഴുക്കുന്ന മാതാവിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുന്നു, യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ മാതാവേ, അഹിയ ജന്നത്തുൻ വാഹിദ, ആ മകൻ അല്ലാഹു നൽകാൻ പോകുന്നത് ഒരു സ്വർഗമാണോ? അല്ല, ഇന്നഹാ ജിനാൻ, അത് സ്വർഗപ്പൂങ്കാവനങ്ങളാണ്. സ്വർഗപ്പൂങ്കാവനങ്ങൾ, ഇന്നഹാ ജിനാൻ, സ്വർഗപ്പൂങ്കാവനങ്ങൾ. ഇന്നബിനക ഫിൽ ഫിർദൗസിൽ അഅലാ, നിങ്ങളുടെ ഓമനപുത്രൻ ഫിർദൗസിൽ അഅലായിൽ ഞങ്ങളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിലെ സമുന്നതമായ ആ സോപാനത്തിൽ സന്തോഷകരമായി ജീവിക്കുന്ന കാഴ്ച ഈ പ്രവാചകത്വത്തിന്റെ ബസീറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് കാണിച്ചു തരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതാവിനെ സമാധാനിപ്പിക്കുന്നു. അതാണ് ഈമാൻ. വലതുഭാഗത്ത് സ്വർഗം, ഇടതുഭാഗത്ത് നരകം, അടിയിൽ കൂടെ സിറാത്ത് ഉണ്ട് എന്ന ആത്മബോധം, ഇതാണ് വാസ്തവത്തിൽ ഇസ്ലാമിലെ അടിസ്ഥാനത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ നീ പ്രഖ്യാപിക്കണം, ആ ഈമാനിന്റെ തേട്ടമനുസരിച്ചുകൊണ്ട് നീ ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ യുവാവിനെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് റസൂൽ അവസാനമായി വീണ്ടും പറയുന്നു, അയാൾ ചോദിക്കുന്ന ചോദ്യം, ഫമാ അഖ്വഫു മാ തഖാഫു അലയ്യ, റസൂലേ, എന്റെ കാര്യത്തിൽ താങ്കൾ ഭയപ്പെടുന്ന ഗുരുതരമായ കാര്യം എന്താണ്? നമുക്കെല്ലാവർക്കും പാഠമാകത്തക്ക രൂപത്തിൽ ഈ പരിശുദ്ധ റമദാൻ നാം അറിയണം. നാം ഓരോരുത്തരുടെയും വ്രതാനുഷ്ഠാനം ശരീരത്തിന്റെ നോമ്പായിരുന്നു, ആത്മാവിന്റെയും സ്വഭാവത്തിന്റെയും നോമ്പായിരുന്നു, കൈയുടെയും കാലിന്റെയും നോമ്പായിരുന്നു, അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവത്തിന്റെയും നോമ്പായിരുന്നു. വിശിഷ്യ നാം ഓരോരുത്തരുടെയും നാവിന്റെ നോമ്പായിരുന്നു. അത് വിശേഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമാ അഖ്വഫു മാ തഖാഫു അലയ്യ, താങ്കൾ എന്റെ കാര്യത്തിൽ ഭയപ്പെടുന്ന ഗുരുതരമായ കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റസൂലിന്റെ മറുപടി ഫഅശാറ ഇലാ ലിസാനിഹി, നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ, ഇതാണ് ഞാൻ ഭയപ്പെടുന്ന കാര്യം. ഈ നാവിന്റെ വിഷയത്തിൽ നീ സൂക്ഷ്മത പാലിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ കടക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇസ്തിഖാമത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇസ്തിഖാമത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുക. രണ്ടാമത്, മനുഷ്യൻ വാളിന്റെ മൂർച്ചയുടെ തലപ്പ് ഏത് രൂപത്തിൽ തീക്ഷ്ണമാണോ അതേ രൂപത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ വ്യതിചലിക്കാതെ വളരെ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന ആ പ്രക്രിയക്കാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന വാക്ക് അറബിയിൽ പ്രയോഗിക്കുക എന്ന് മുഫസ്സിറുകൾ വ്യക്തമായ രൂപത്തിൽ രേഖപ്പെടുത്തുന്നു. അവ വിശദീകരിക്കുവാൻ ഇവിടെ സമയമില്ല. അതിനാൽ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ കൂടി നാം പോകേണ്ടതുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹു അനുഗ്രഹിച്ച സത്യവിശ്വാസികളുടെ മാർഗത്തിൽ കൂടി ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോവുക. സാംസ്കാരികമായ തനിമ സൂക്ഷിച്ച്, സാംസ്കാരികമായ അസ്തിത്വം കാത്തു സൂക്ഷിച്ച് മുവഹിദുകളും ഇസ്ലാമിന്റെ അനുയായികളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന വാക്കിന്റെ വ്യാഖ്യാനമായി നമ്മെ പഠിപ്പിച്ചത്. ഈ പരിശുദ്ധ റമദാനിന് ശേഷമുള്ള വെള്ളിയാഴ്ചയിൽ നമുക്കോരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് എന്ന രൂപത്തിൽ പറയാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും പരിചയപ്പെടുത്താനുമുള്ള വസിയത്ത് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക. ഇതാകുന്നു വാസ്തവത്തിൽ അവസാനമായി നബി തിരുമേനി പറഞ്ഞ മറ്റൊരു ഹദീസ്. ഇസ്തിഖാമത്തിനെ പറ്റി നബി തിരുമേനി പറഞ്ഞു, ലാ യസ്തഖീമു ലിസാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ആരുടെയും നാവ് നന്നാവില്ല ഹൃദയം നന്നാവാതെ. അടിയുറച്ച വിശ്വാസത്തിൽ നാവ് നിലകൊള്ളില്ല, അടിയുറച്ച വിശ്വാസത്തിൽ ഹൃദയം നിലകൊള്ളാതെ. വലാ യസ്തഖീമു ഖൽബുഹു, ഹൃദയം ഇസ്തിഖാമത്തിൽ നിൽക്കില്ല. ഹത്താ യസ്തഖീമ ലിസാനുഹു, നാവ് ഇസ്തിഖാമത്തിൽ നിൽക്കാതെ. നാവാണ് എല്ലാ കർമ്മത്തിന്റെയും പ്രചോദനം. നാവാണ് വാസ്തവത്തിൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നാം പോവുക എന്ന കാര്യം തീരുമാനിക്കേണ്ടത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഓരോ പ്രഭാതത്തിലും മനുഷ്യന്റെ നാവ് മനുഷ്യന്റെ മറ്റവയവങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുണ്ട്. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ നമ്മുടെ നാവ് പറയുന്നു, ഇത്തഖില്ലാഹ ഫീനാ, അല്ലയോ നാവേ, അവയവങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫൈദസ്തഖംത ഇസ്തഖംനാ, നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിൽക്കും. നാവേ, നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിൽക്കും. വഇദ അബജജ്ത അബജജ്നാ, നീ വളഞ്ഞാൽ ഞങ്ങളും വളയും.
നീ വളഞ്ഞാൽ ഞങ്ങളും വളയും, നീ നരകത്തിലേക്ക് ഗമിച്ചാൽ ഞങ്ങൾക്കും നരകത്തിൽ പോവാതെ ഗത്യന്തരമുണ്ടാവില്ല. ഇങ്ങനെ ആദർശവും ഈമാനും ഇസ്ലാമും അവയവങ്ങളും എല്ലാം ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് സന്തോഷകരമായ രൂപത്തിൽ സ്വർഗപാതയിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞുപോയ പകലുകളും പാതിരാവുകളും നമുക്ക് പ്രേരകമായി തീരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.